സംസ്ഥാനത്തെ സാരമായി ബാധിച്ച ഓൺലൈൻ ടാക്സി സമരം. ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി ടാക്സി എന്നിവർ സമരം ചെയ്യുകയാണ്. തിരുവനന്തപുരത്തു നിന്നും ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. പ്രതിഷേധ സമരത്തിന്റെ ദൃശ്യമാണ് കാണുന്നത്. ഗോപാൽ ശിലാസനൽ, ഇപ്പോൾ ഈ ടാക്സി ഡ്രൈവർമാരുടെ സമരം എന്താവശ്യങ്ങൾ ഉന്നയിച്ചാണ്? സ്മൃതി, 11 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പണിമുടപ്പ് നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് ഒരു ശവപ്പെട്ടി എടുത്ത് ആ ശവപ്പെട്ടിക്ക് മുകളിൽ 3 റീത്തുകൾ, യൂബറിന്റെയും ഓലയുടെയും റാപ്പിഡോ കമ്പനികളുടെയും പേരുകൾ സ്ഥാപിച്ചിട്ടുള്ള 3 റീത്തുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ന് ഈ സമരം നടത്തുന്നത്. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ ഒരു പ്രതിഷേധ മാർച്ച് എന്ന നിലയ്ക്കാണ് ഈ സമരം. ഏകദേശം 300ഓളം വരുന്ന ഓൺലൈൻ ടാക്സി ജീവനക്കാരാണ് ഈ സമരത്തിൽ മുന്നോട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. രേഖാമൂലം അവർക്ക് ആവശ്യങ്ങൾ ആവശ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിന് ഉറപ്പു നൽകണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ന്യായമായ അടിസ്ഥാന ശമ്പളം ഒരുക്കുക, അതിനോടൊപ്പം തന്നെ കിലോമീറ്ററുകൾ എന്ന നിരക്കിന് കൂലി നൽകുക, അവർ ജോലി ചെയ്യുന്നതിനുള്ള പ്രതിഫലം അവർക്ക് ഉറപ്പാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ എന്താവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിങ്ങൾ ഈ സമരം സംഘടിപ്പിച്ചത്? നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള ഫെയർ തരണമെന്നുള്ള, അതായത് ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുള്ള ഫെയർ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഫെയർ കിട്ടണമെന്നാണ് നമ്മുടെ അവകാശം. അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇപ്പോൾ ഇതിൽ യൂബറിന്റെയും ഓലയുടെയും റാപ്പിഡിന്റെയും പേരിൽ റീത്ത് വെച്ചാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? അതായത് നമ്മളെ ഡ്രൈവറെ പിഴിഞ്ഞുകൊണ്ട് നമ്മളെ വെറും ചണ്ടിയായി നമ്മളെ ശവമാക്കിക്കൊണ്ട് ഈ കമ്പനികളെല്ലാം പ്ലാറ്റ്ഫോം ഫീ ഇനത്തിൽ 165 രൂപ, പോരാത്തതിന് ടാക്സ് 15 രൂപ ഓരോ. നിങ്ങളെ ചൂഷണം ചെയ്യുകയാണോ ഈ കമ്പനി? തീർച്ചയായും മിനിമം ചാർജ് 200 രൂപയെങ്കിലാക്കണം. ഇപ്പോൾ ഉള്ള 143 നോൺ എസിക്കുള്ളത് 200 രൂപയെങ്കിലാക്കണം. മിനിമം ചാർജ് 200 രൂപയും ഇന്റർസിറ്റി ട്രിപ്പുകൾ അപ്പ് ആൻഡ് ഡൗൺ 18 രൂപയെങ്കിലും കിലോമീറ്ററിന് തരണം. ഇതുപോലെ ഇപ്പോൾ ഇല്ല. നമ്മൾക്ക് ഈ അതിന് പുറമെ കമ്മീഷൻ എടുക്കുന്നു. 1000 രൂപ കിട്ടിയാലും 400 അടക്കം അവർ കമ്മീഷൻ എടുക്കുന്നുണ്ട്. അതും കൂടെ ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് ഈ സമരം ചെയ്യുന്നത്. ഇന്ന് ഇതൊരു സൂചനാ സമരമാണ്. ഇതൊരു സൂചനാ സമരമാണ്. ഈ സമരത്തിൽ നമ്മളോട് കമ്പനികളോ സർക്കാരോ കണ്ണു തുറന്ന് നമുക്കൊരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇത് അനിശ്ചിതകാല നിത്യാകാര സമരത്തിലേക്ക് നമ്മൾ ഈ സെക്രട്ടറിയുടെ ഫ്രണ്ടിലേക്ക് പോകും. കാരണം ജീവിതത്തിൽ പരിതാപസ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. EMI കൊടുത്ത് വലിയ വാഹനങ്ങൾ എടുത്ത് നിരത്തിലേക്ക് ഇറക്കിയപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇവരുടെ കമ്പനി ഈ യൂബർ, ഓല, ആപ്പിഡോ മുതലായ പ്ലാറ്റ്ഫോമിൽ ഓടി നമുക്ക് കുടുംബം തന്നെ ജീവിക്കാൻ ഒരു വരുമാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എടുത്ത വാഹനങ്ങൾക്ക് EMI അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ എവിടേക്കാണ് ഇന്ന് സമരം നടക്കുന്നത്? സമരം ഓൾ കേരള ഓൺലൈനെ ആശ്രയിച്ച് എവിടെയൊക്കെ വാഹനം ലഭിക്കുന്നു ആ സിറ്റികൾ കേന്ദ്രീകരിച്ച് ഇന്ന് പൂർണ്ണമായി കേരളത്തിൽ എല്ലായിടത്തും വാഹനം ഓൺലൈൻ ടാക്സി സമരത്തിലാണ് ഉള്ളത്. നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് സർക്കാർ പറയുന്ന റേറ്റ് പോലും കമ്പനികൾ തരുന്നില്ല എന്നുള്ളതാണ്. സർക്കാരിന്റെ മിനിമം ചാർജ് ടാക്സിക്ക് 200 രൂപയുണ്ട്. കമ്പനികൾ അത് തരുന്നില്ല. ഓരോ സമയത്തിനും അനുസൃതമായി റേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓടുന്ന ട്രിപ്പുകൾക്ക് പോലും കൃത്യമായ ഒരു വേതനം തരാതെ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 200 രൂപ ട്രിപ്പ് ആയിട്ട് കാണിക്കുന്നത് ട്രിപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ 100-140 രൂപയ്ക്ക് ഓടിത്തീർക്കേണ്ട അവസ്ഥയാണ്. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പഴയ റേറ്റിനും ഈ കമ്പനി കാണിക്കുന്ന റേറ്റിനും ഞങ്ങൾ ഓടാൻ സന്നദ്ധരാണ്. ഈ CNGയുടെയും ഈ പെട്രോളിന്റെയും വില 50 രൂപയും ഈ വണ്ടികളുടെ സ്പെയർ പാർട്സുകൾ പകുതി വിലയും പാല് പോലെയുള്ള വീട്ടിലേക്ക് വാങ്ങുന്ന നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ ഫ്രീ ആയിട്ട് റേഷൻ കാർഡ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് തരണം. അത്തരത്തിൽ കമ്പനികൾ ഇവരെ ചൂഷണം ചെയ്യുന്നു എന്ന ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. പലപ്പോഴും ഇവർ ബുക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്ന തുക ഇവർക്ക് കിട്ടുന്നില്ല. മിനിമം വേതനം പോലും പലപ്പോഴും അനുവദിക്കപ്പെടാത്തൊരു സാഹചര്യമുണ്ട്. അന്യായമായി ജീവനക്കാരെ ചൂഷണം ചെയ്യുന്ന കമ്മീഷൻ, അവരുടെ സ്വന്തം വരുമാനത്തിൽ നിന്ന് കമ്മീഷൻ കമ്പനികൾ ഈടാക്കുന്നു. അത്തരത്തിൽ 1000 ആവശ്യങ്ങൾ, അവർ എഴുതപ്പെട്ട 11 ആവശ്യങ്ങൾ, അതിനോടൊപ്പം തന്നെ തങ്ങൾ നേരിടുന്ന വിവിധ പ്രതിസന്ധികളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ശവമഞ്ചം ചുമന്നുകൊണ്ടുള്ള ഒരു സമര പരിപാടിയിലേക്ക് ഇന്ന് ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ കടന്നിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ വലിയ രീതിയിൽ ഈ സമരം ബാധിക്കുകയും ചെയ്യുമല്ലോ ഗോപാൽ ശിലാസനൽ. ഇപ്പോൾ ഊബർ ടാക്സി ഡ്രൈവർമാരുടെ സമരം, അവർക്ക് മിനിമം വേതനം 200 രൂപയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനത്തുടനീളം പ്രതിഷേധം നടക്കുന്നത്. ഊബർ, ഓല മുഴുവൻ തൊഴിലാളികളും സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളവരുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഓൺലൈൻ ടാക്സി സമരത്തിൽ പൂർണ്ണമായും ഈ മേഖല സ്തംഭിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റിപ്പോർട്ട് ഇംപാക്ട്. ഫിറ്റ്നസ് ഇല്ലാത്തതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ കൊയിലാണ്ടി പുളിയഞ്ചേരി LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക്